ഇന്ന് പത്രങ്ങളിലും ടി വിയിൽ നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, അമ്മ കുഞ്ഞിനെ 3 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നു, അല്ലെങ്കിൽ രണ്ടാനച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, ബാലപീഡനം. എല്ലാ ദിവസവും പേപ്പറിൽ ഇത് തന്നെ. അമ്മയും കാമുകനോട് ചേർന്ന് സ്വന്തം കുഞ്ഞിനെ 4 വയസ്സുള്ളതിനെ തലക്കടിച്ച് കൊന്ന് കുഴിച്ചിട്ടു. ദിവസം കാണുന്നില്ലേ? ഇന്ന് ഈ ഒരു വാർത്തയ്ക്ക് ഇന്ന് എന്തെങ്കിലും പുതുമയുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ കാണുക. ഡൽഹിയിൽ, ഇവിടെ തമിഴ്നാട്ടിൽ, കേരളത്തിൽ, മറ്റേത് മറിച്ചത്, യു.പിയിൽ എല്ലായിടത്തും ഇത് തന്നെ കാണുന്നത്. ഇതൊക്കെ ഈ ഇന്ത്യയിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത്. പുറം രാജ്യങ്ങളിത് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ്, ഇത്രയും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏറ്റവും വഷളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം വാസ്തവത്തിൽ എന്ന് പറയുന്ന പോലെ. എന്താണ് ഇതിന് റീസൺ പറയാൻ വയ്യ. അപ്പോൾ അന്ന് എന്തുകൊണ്ടത് അതില്ല, ഇന്ന് എന്തുകൊണ്ട് ഈ മാറ്റം ഉണ്ടായി, അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കൃത്യം എനിക്ക് പറയാൻ വയ്യ. പിന്നെ കാരണം പിന്നെ ഒരു കാര്യം, സിനിമയുടെ ചില ഫോർമുലകളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഇന്ന ആൾക്കാർ തന്നെ വേണം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് പണ്ടും ഇല്ലായിരുന്നിരിക്കാം. പക്ഷേ പണ്ട് അങ്ങനെ ആരും ചിന്തിച്ചിരുന്നില്ല. ടെക്നിക്കലി ഇന്ന് ഒരുപാട് വളർന്നു സിനിമ. പക്ഷേ ആ വളർച്ചയ്ക്ക്, സാങ്കേതികമായിട്ടുള്ള വളർച്ച പോലെ തന്നെ സബ്ജക്റ്റ് വൈസും കൂടെ വളരണം. അതിന് കറക്റ്റ് ഇപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അവരെ കിട്ടും, ഇവരെ കിട്ടും, മറ്റവരെ കിട്ടും, മറിച്ച് കിട്ടും, മറ്റവർ വേണ്ട, നമുക്ക് ഇത്ര രൂപ പിടിക്കാം, അവർ തരും, സംസാരിച്ചു, മറ്റവർ വരും. ഈ ഒരു രീതി മാത്രം പോകുന്നതുകൊണ്ട് ആത്മാർത്ഥത കുറവാണ്. അത് ആരെയും കയറി ഇതിനകത്ത് അഭിനയിക്കാം, ഒരുപാട് ആരെയും ഡയറക്ടർ ആകും. ഞങ്ങൾക്ക് മറ്റവർ കുറച്ച് പേരുടെ പേര് മാത്രം വെച്ചുകൊണ്ട് അത് ഇത്ര രൂപ കിട്ടും, സിനിമ തുടങ്ങുന്നു. ഈ ഒഴുക്കിൽ കുറേയൊക്കെ നമ്മളൊക്കെ കുറച്ചൊക്കെ പോകുമായിരിക്കും, ശരിയാണ്. പക്ഷേ ഇതുകൊണ്ടൊരു ദുഃഖം മറ്റൊന്നുമല്ല. ഇങ്ങനെ കുറച്ച് പേരുടെ പേര് മാത്രം പറഞ്ഞ് ഒരു കച്ചവടം ഉറപ്പിക്കുമ്പോൾ ഇത് കഴിഞ്ഞ് നൂറുകണക്കിന് ആൾക്കാർ വേറെ ഒരു സൈഡിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരുപാട് സാധാരണക്കാരെ ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ അവഗണിക്കുകയാണ്. അവരുടെയൊക്കെ ചാപ്പാട്, വയറ് പട്ടിണി കിടത്തുക. ഇത്രയും കൂടെ കാര്യങ്ങൾ ഇതിനകത്ത് ഒരു മറുവശമുണ്ട്. എങ്ങനെ വന്നു വെച്ചാൽ ആർക്കും അറിയില്ലത്. അപ്പോൾ അതിനകത്ത് സത്യസന്ധമായിട്ട കാര്യങ്ങൾ, ആത്മാർത്ഥമുള്ള ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഇല്ലായ്മയുണ്ട്. ഇതൊരു ആത്മാർത്ഥമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല സിനിമ ഇറങ്ങുന്ന സൗത്ത് ഇന്ത്യയിൽ തമിഴ് പടങ്ങളാണ്. അത് ആ മനുഷ്യൻ്റെ ക്ഷമയോ വിവരവും കൊണ്ടാണ് അങ്ങനെ പറഞ്ഞ ആളുണ്ട്. അത് കാരണം മലയാള സിനിമയെ ഒരു കാലത്ത് സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും ആരാധിച്ചിരുന്നവരും മറ്റു ഭാഷക്കാരുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന പടം എന്ന് പറയുന്നത് മലയാളവും ബംഗാളി പടങ്ങളുമായിരുന്നു. ഏറ്റവും നല്ല സംവിധാനമുള്ള സിനിമകൾ നന്നവണ്ണം ഉണ്ടാക്കിയിരുന്ന ഒരു 2 സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ 2 ആണ് ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം ഇവിടുന്ന് ഒരുപടി ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഇപ്പോൾ ഒരുപാട് സംവിധാനമുണ്ട്. അവിടെയുണ്ട് സത്യജിത്രയെ പോലെ, ഇവിടെ അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ അവരെ പോലുള്ളവരും, മൃണാൾസൻ, സത്യജിത്ര, അങ്ങനെ ഒരുപാട് അവിടെയുണ്ട്. ഈ 2 ആ കാലങ്ങളിപ്പം അതിൽ നിന്ന് ഒരുപാട് മാറ്റമായി. പക്ഷേ ഈ നല്ല സിനിമകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മലയാള സിനിമയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പടങ്ങൾ വിരലിലെണ്ണാമെന്ന് പറയാൻ പറ്റുള്ളൂ. തമിഴിൽ സിനിമ എടുത്ത് നോക്കുക. നമ്മളൊരു സിനിമ കണ്ടാൽ തിയേറ്ററിൽ നമ്മൾ അവിടെ ഇരുന്ന് പോകും, നമ്മൾ ചലിക്കില്ല. അത്ര മനോഹരമായ സബ്ജക്റ്റുകളും എടുത്തിരിക്കുന്നതും അത്ര നാച്ചുറലായിട്ട് എഴുതിയിരിക്കുന്നതും സ്വാഭാവികത. പണ്ട് നമ്മൾ പറയും അത് വെറും പാണ്ടിപ്പടമല്ലേ, ചുമ്മാ തമിഴ് കുറേ കുറേ കളർ ഡ്രസ്സും ഒക്കെ ഇട്ട് കുറേ കൊട്ടാരം കാണിച്ച് പാട്ടും ഡാൻസും കാറോട്ടവും വീഡിയോ പോലെ വേറെ എന്താ അതിനകത്തുള്ളത് പണ്ട് പറയുമായിരുന്നു. അന്നത്തെ പടവും ഇന്നത്തെ പടവും തമിഴ് സിനിമ എന്തുകൊണ്ട് ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട്? അന്നൊന്നും എം.ജി.ആറും ശിവാജിയും ഒക്കെ അഭിനയിച്ചിരുന്ന കാലത്തും അതിനുശേഷം ഇപ്പോൾ ഉള്ള തലമുറകളുള്ള ആക്ടേഴ്സ് വരുമ്പോഴും തമിഴ് പടം, തെലുങ്ക് പടമൊക്കെ ഇവിടെ ഭയങ്കര കളക്ഷനാണ്. തെലുങ്ക് പടത്തെക്കുറിച്ച് അത്രയും ഞാൻ പറയുന്നില്ല, എനിക്ക് കൂടുതലറിയില്ല. പക്ഷേ തമിഴ് പടം അതിമനോഹരമായ പടങ്ങളാണ് ഇപ്പോൾ അവർ മേക്ക് ചെയ്യുന്നത്. ടെക്നിക്കൽ സൈഡും ഒക്കെ ഗംഭീര പടങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ പേരെടുത്ത് പറയാൻ ധാരാളം പടങ്ങളുണ്ട് ഇപ്പോൾ അവിടെ. അപ്പോൾ അതുകൊണ്ട് ആരെയും ഈ തമിഴ് പടത്തെയൊന്നും കുറ്റപ്പെടുത്താൻ സത്യം പറഞ്ഞാൽ നമുക്ക് അവകാശമില്ല. ഇപ്പം പടം മോശമായ ഗ്രാഫ് താഴ്ന്നിരിക്കുന്ന മലയാള സിനിമകളാണ്. അങ്ങനെ ഒരു തർക്കവും അതിനകത്തില്ല. നല്ല സിനിമകളൊക്കെ ഇടയ്ക്കുണ്ട് പേരിന് വേണ്ടി. പണ്ട് തിരിച്ചായിരുന്നു, അത് മാറിയിപ്പം. പിന്നെ നമുക്ക് പറയാം അവർക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, പിന്നെ ധനമുണ്ട്, ധാരാളം ഏരിയയുണ്ട്. കാരണം കേരളത്തിൻ്റെ 2 ഇരട്ടി കൂടുതൽ തമിഴ്നാടുണ്ട്. അതുപോലെ അവരുടെ സിനിമകൾ തെലുങ്കിൽ പോകും, അത്യാവശ്യം ഹിന്ദിയിലും പോകും. ലോകത്തിലെ പല ഭാഷകളും രജനീകാന്തിൻ്റെ പോലുള്ള പടങ്ങൾ, അവരുടെയൊക്കെ പടങ്ങൾ ഓടുകയും ചെയ്യും. അതെല്ലാം ശരി തന്നെ. എന്നുവെച്ചാൽ പടത്തിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കണ്ടേ. ഓടുന്നത് വേറെ കാര്യം, ക്വാളിറ്റി വേണമല്ലോ. ഇപ്പോഴും നമുക്ക് ഏറ്റവും വലിയ നല്ല പടങ്ങൾ ഇവിടെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലല്ലാതെ ഒരു പടം പോലും തമിഴ്നാട്ടിൽ ഓടി മറ്റൊരു ഭാഷക്കാരൻ കണ്ട് പരിചയമില്ല.
ഈ പറഞ്ഞവർ കുറച്ച് പേരെ കാണുകയുള്ളൂ. ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ വന്നാൽ എത്ര പേര് കാണും? മലയാളികൾ ഉണ്ട്, അവർ ധാരാളം കാണും, ഇഷ്ടംമാര് കാണും. മറ്റൊരു ഇവിടെ തെലുങ്ക് പടം വന്നാലും ഹിന്ദി പടം വന്നാലും മലയാളം പടം ആരും കാണാറില്ല, എല്ലാം പലത് ഫ്ലോപ്പല്ലേ. തമിഴ് പടം വന്നാലും ഇടിയാണ് തിയേറ്ററിൽ. നമ്മുടെ അവിടെ ഇല്ല. അവരിപ്പോഴും നമ്മളെ ഒരു മലയാള സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ആകെ ഇപ്പോഴും ഓർമ്മ ചെമ്മീനാണ് അവർ പറയുന്നത്. എന്താ ചെമ്മീനല്ലേ? ആ പെണ്ണാളെ പാട്ട് ഇതാ പറയുന്നത്. കടലിനക്കരെ പോണവർ ഇതാണ് അവർ പറയുന്ന പാട്ട്. ഇതിന് ശേഷം ഇവിടെ വേറെ പാട്ടുമില്ല, വേറെ സിനിമകളുമില്ല, ഈ പടമേ ഉള്ളൂ എന്നുള്ള അപ്പോൾ ആ ചെമ്മീനുണ്ടാക്കിയ ഇമേജ് നമ്മൾ ആലോചിക്കണം. ആ ഒരു ഇമ്പാക്റ്റ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്. വേറെ പടങ്ങളൊക്കെ കുറച്ച് തമിഴ് സംവിധായകരും നിർമ്മാതാക്കളും കുറച്ച് പേര് കാണുന്നുണ്ട്, അങ്ങനെ റീമേക്ക് ചെയ്യാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ ഡയറക്ടറൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അതർവൈസ് വേറെ ഇപ്പോഴും നമ്മുടെ സിനിമയ്ക്ക് ഒരു എന്താണ് ഒരു വെളിയിലേക്കുള്ള പ്രചാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം. ഇല്ല, മലയാളികൾ അങ്ങനെ മാറ്റം ഉണ്ടെങ്കിൽ നല്ലത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഈ മാറ്റം എന്ന് പറയുന്നത് ചീത്ത അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, നല്ലത് അക്സെപ്റ്റ് ചെയ്യാനാണ് കൂടുതലും വേണ്ടത്. ഇപ്പം ഈ എന്താ പറയുന്നത്, സിദ്ദിഖ് ലാലിൻ്റെ സിനിമകൾ ഇപ്പോൾ ഇൻ ഹരിഹർ നഗർ മുതൽ ഈ 3 പടങ്ങളും, ഇൻ ഹരിഹർ നഗർ ഇപ്പോൾ ടി വിയിൽ ഒരു 150 പ്രാവശ്യമോ അല്ല, 200 അല്ല, 300 അല്ല, ഇത്രയും പ്രാവശ്യം വീണ്ടും നമ്മൾ മിക്ക ആഴ്ചയിലും മിക്ക മാസങ്ങളിലും 1-2 പ്രാവശ്യം കാണാറുണ്ട്. ഈ പ്രാവശ്യം കണ്ടപ്പോഴും അന്ന് കണ്ടവരല്ല കാണും, ഇന്നുള്ള പുതിയ ജനറേഷൻ അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അവർ കണ്ട് ചിരിക്കുക. അപ്പം ഞാൻ ചിലരോട് ചോദിച്ചു, ഓ ചേട്ടാ ആ ഇൻ ഹരിഹർ നഗർ കണ്ടു കേട്ടോ, ഞങ്ങൾ ചിരിച്ച്. അപ്പം ഇവൻ പയ്യനെ ഞാൻ ചോദിച്ചു, ഇതെപ്പോഴൊക്കെ ടി വിയിലാണ് അന്ന് സിനിമ റിലീസായപ്പോൾ അന്ന് കണ്ടാണോ? അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല പറയുന്നത്. അപ്പോൾ പിന്നെ അപ്പം ടി വി കണ്ടോ അല്ലേ, CD എടുത്തിട്ട് കണ്ടു. ഈ തലമുറയെ അവർ എൻജോയ് ചെയ്യണം ആ പടം. ഈ പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ നേരത്തെ ഇവരുടെയൊക്കെ കാര്യം ഒരു 10-25 വർഷത്തിന് ശേഷവും ആ പടം, കാരണം 18-20 വർഷത്തിന് ശേഷമാണ് ടു ഹരിഹർ നഗർ എടുക്കുന്നത്. അപ്പോൾ ഇൻ ഹരിഹർ നഗർ ഉണ്ടാക്കിയൊരു ഇമേജാണ് അത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും ആൾക്കാരുടെ ഇടയിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരിക്കും ഊഹിച്ച് നോക്കാമല്ലോ നമുക്ക്. അതുകൊണ്ടാണ് ടു ഹരിഹർ നഗറുള്ള ഇനീഷ്യൽ അതിഭീകരമായ ഇനീഷ്യലായ പടത്തിന് 20 വർഷത്തിന് ശേഷം എടുത്ത പടത്തിന് അതിഭീകരമായ ഇനീഷ്യലായിരുന്നു തുടക്കം. പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അടുത്ത പടവും അത് തന്നെ. അപ്പം അതിനകത്തുള്ള കാര്യം, ഇതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് ബേസിക്കലി ടാലൻ്റ് എന്നൊരു സംഭവം ഏതായാലും ഉണ്ട്, ഒരു തിരിച്ചറിവ് എന്നൊരു കാര്യം. അത് ഒരു ജനത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അവരുടെ ടാലൻറ്റ്, അവർക്കുള്ളിൽ എന്തൊക്കെ പറ്റും, ഇത് പബ്ലിക്കിനെ ഇഷ്ടപ്പെടും. പബ്ലിക്കിൻ്റെ സൈക്കോളജി ആദ്യം മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യം. പിന്നെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ കാണിച്ചാൽ ഇഷ്ടപ്പെടും. പിന്നെ അതിനകത്തുള്ള പിന്നെ മെസ്സേജസ് ഉണ്ട്, നന്മകൾ ധാരാളമുണ്ട്. ഇവരെ സിദ്ദിഖ് ലാലിനെ സംബന്ധിച്ച് അവരൊരു പടത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം വർഷങ്ങളോളമാണ്. അത് അവർക്ക് ബേസിക്കലി ഒരു ടാലൻറ്റ്, ഒരു ഇൻവോൾവ് ടാലൻറ്റ് അവർക്കുണ്ട്. ഒരു സ്ക്രിപ്റ്റ് എഴുതാനും ഒരു ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ പഞ്ചുകളും അത് പറഞ്ഞാൽ പിന്നെ ആ രീതിയിൽ അവിടെ ഹ്യൂമർ പറഞ്ഞാൽ അത് ഹ്യൂമർ എന്ന് പറയുക, ഹ്യൂമർ വർക്കൗട്ട് ചെയ്യുന്നത് തമാശയ്ക്ക് വേണ്ടി ചുമ്മാ ഒരു കാര്യം ചിരിപ്പിക്കുക, ഇങ്ങനൊരു സാധനം എഴുതി വെക്കുക, അതൊന്നും ചിരിക്കണമെന്നൊന്നുമില്ലല്ലോ. സിറ്റുവേഷൻ കറക്റ്റായിരിക്കണം. അതാണ് അവരുടെ ഒരു അധ്വാനം എന്ന് പറയുന്നത്. 6 മാസവും 1 വർഷവും അതിലും മേൽ വർഷങ്ങളുമൊക്കെ സമയമെടുത്ത് അവർ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് എഴുതുമ്പം അവർക്കുള്ള ടാലൻറ്റ്, പിന്നെ ഈ നമ്മൾ പൊതുജനമായിട്ട് പുറത്തുള്ള ആൾക്കാരുടെ ഒരു സഹവാസം വേണം. പബ്ലിക്കിൻ്റെ അവരുടെ ഒബ്സർവേഷൻ എന്നുള്ള കാര്യം അത് പ്രധാനമാണ്. അപ്പോൾ നമുക്കെല്ലാം അത് ഒരു ആക്ടറെ സംബന്ധിച്ചും വളരെ ആവശ്യമാണ്, സ്ക്രിപ്റ്റ് റൈറ്റർക്കും ആവശ്യമാണ്, ഡയറക്ടർക്കും അതെ, എല്ലാവർക്കും അത് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതുണ്ടെങ്കിലേ ഒരു സിനിമ, കാരണം ലോകത്തുള്ള ഈ കാര്യങ്ങളെ നോക്കിയാൽ നമുക്കൊരു സിനിമ നിർമ്മിക്കാനും എടുക്കാനും പറ്റുള്ളൂ. അഭിനയിക്കുന്നവർക്ക് എല്ലാവർക്കും അത് ആവശ്യമാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമ്മുടെ മനസ്സിൽ പതിയുന്നവരുണ്ട്. അപ്പം സിദ്ദിഖ് ലാലിനെ സംബന്ധിച്ചുള്ള ടാലൻറ്റ്, അവർ ഒബ്സർവേഷൻ ധാരാളമുണ്ട്, അവർക്ക് സ്റ്റേജിൽ ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്. അതിലുപരി അവർക്ക് അപ്പോൾ സാഹചര്യം വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്. സമയമെടുത്ത് സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യം അത് തന്നെയാണ്. അപ്പം അങ്ങനെ ടൈമെടുത്ത് ഈ പടം നന്നാവണം, പടം കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ പടം നന്നാവണം, ഓഡിയൻസ് ഇഷ്ടപ്പെടണം. കാരണം ഇതിപ്പം അവരെടുത്ത പടം ഓസ്കാർ അവാർഡിന് പോകുന്ന പടങ്ങളൊന്നുമല്ല, അങ്ങനെ രീതിയിലൊന്നും അവർ പടം എടുക്കില്ല. പക്ഷേ ആ പടം എല്ലാവിധ പ്രേക്ഷകർക്കും ഏറ്റവും ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി ഹരിഹർ നഗർ ഇപ്പം കണ്ടാൽ നമ്മൾ ചിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അതുപോലെ സീരിയസ് ആയിട്ടുള്ള രംഗങ്ങളും അതിനകത്തുണ്ട്, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് രംഗം അതിനകത്തുണ്ട്. അപ്പം മനുഷ്യർക്കത് ഇഷ്ടം, ഇപ്പം പബ്ലിക്കിന് ഇഷ്ടമാണത്. അസഭ്യമായിട്ടൊരു രംഗം പോലും ഇവരുടെ പടത്തിലില്ല, സഭ്യമല്ലാത്തൊരു ഡയലോഗ് പറയില്ല, അങ്ങനെയുള്ള സീൻ അവർ കാണിക്കില്ല. അപ്പോൾ സിനിമയെന്ന് പറഞ്ഞാൽ പലർക്കും പാട്ട് പാടി മരം ചുറ്റി ഓടിക്കുക, തുണി കുറച്ച് പകുതി കൊടുത്ത് കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു കോന വെച്ച് ഡയലോഗ് കുറേ വിവരക്കേട് ചില പോലെ പറയുക, അപ്പോൾ കുറേ ദ്വയാർത്ഥം വെച്ച് സംസാരിക്കുക. അതൊക്കെ എന്താ പറയുന്നത്, ഇതൊക്കെ നമ്മൾ ഈ ലോകത്ത് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ
നാച്ചുറലാണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇതൊന്നുമില്ല എന്നാണ് എല്ലാ ക്ലാസ്സുകാർക്കും എല്ലാ പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ ആലോചിച്ചൊരു സമയമുണ്ടാക്കി അധ്വാനിച്ച് എടുത്ത പടങ്ങളായതുകൊണ്ടാണ് ഈ പടം കളക്ട് ചെയ്ത് എന്നാണ് പ്രധാന ഒരു കാര്യം. ബാക്കി സൈഡൊക്കെ നമ്മുടെ തലയിൽ.